Hi students, welcome to Learn Easy Learn. Kerala University 4-year degree program BCom second സെമസ്റ്ററിലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റിൻ്റെ റിവൈസ്ഡ് സിലബസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ കേരള യൂണിവേഴ്സിറ്റി റിവൈസ് ചെയ്തതനുസരിച്ച് നമ്മുടെ ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റ് കേരള യൂണിവേഴ്സിറ്റി സിലബസ് റിവൈസ് ചെയ്തതനുസരിച്ച് ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സും സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ് ഡിസൊല്യൂഷനുമാണ്. അതായത് ഫസ്റ്റ് മൊഡ്യൂളിൽ പാർട്ട്ണർഷിപ്പിൻ്റെ ബേസിക് കാര്യങ്ങളാണ്. എന്താണ് പാർട്ട്ണർഷിപ്പ്, അതിൻ്റെ മീനിങ് എന്തൊക്കെയാണ്, ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് പാർട്ട്ണർഷിപ്പിൽ പാർട്ട്നേഴ്സിൻ്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ വരും. അവിടെ നമുക്ക് ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡും വരും, ഫിക്സഡ് മെത്തേഡും വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് ഈ ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത്. അതായത് പാർട്ട്ണർഷിപ്പിൻ്റെ ബേസിക് കാര്യങ്ങളെല്ലാം തന്നെയും വളരെ പ്രാധാന്യം കൊടുത്ത് ഒരു മൊഡ്യൂളാക്കി മാറ്റി. അപ്പോൾ ഈ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൻ്റെ പ്രിപ്പറേഷനും ഫ്ലക്ച്വേറ്റിങ്ങിൻ്റെ പ്രിപ്പറേഷനും എല്ലാം തന്നെയും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രധാനപ്പെട്ട കാര്യമായിട്ട് മാറും. കൂടാതെ രണ്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും വെച്ചിട്ടുണ്ട്, IAS 1 IFRS 13. സോ പാർട്ട്ണർഷിപ്പിൻ്റെ ബേസിക് കാര്യങ്ങൾ മാത്രമായിട്ട് ഒരു മൊഡ്യൂളാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, പിന്നെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, രണ്ട് ടൈപ്പ്, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഉണ്ട്, ഫ്ലക്ച്വേറ്റിംഗ് ഉണ്ട്. ഇതെല്ലാം തന്നെയും എക്സാമിന് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് മാറും. അത് ചുമ്മാ അങ്ങ് പറഞ്ഞു പോയാൽ പോരാ. ബേസിക് എന്ന് പറയുന്നത് ഫസ്റ്റ് മൊഡ്യൂളാക്കി മാറ്റി. രണ്ടാമത്തെ മൊഡ്യൂളായിട്ട് ഡിസൊല്യൂഷൻ. അപ്പോൾ രണ്ടാമത്തെ മൊഡ്യൂളിലാണ് നമ്മൾ ഈ പറയുന്ന ഡിസൊല്യൂഷൻ്റെ കേസ് വരുന്നത്. അവിടെ നമുക്ക് ഈ റിയലൈസേഷൻ അക്കൗണ്ട്, പ്രിപ്പറേഷൻ അക്കൗണ്ട് വരും. ദെൻ ഈ പറയുന്ന ഗാർണർ വേഴ്സസ് മൊറേ പ്രിൻസിപ്പിൾ, പീസ്മീൽ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചേർത്ത് ഡിസൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് മറ്റെല്ലാ കാര്യങ്ങളും വരും. ഓക്കെ, അതിനുശേഷം തേർഡ് മൊഡ്യൂളായിട്ടാണ് കൺസൈൻമെൻറ്റ് വരുന്നത്. അവിടെ കൺസൈനർ എന്നൊരു വ്യക്തിയും ഉണ്ട്, കൺസൈനിയും ഉണ്ട്. അപ്പോൾ കൺസൈനറുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സും കൺസൈനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. അവിടെ ലോസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരും, ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂഷൻ വരും, ലോഡിംഗ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ കൺസൈൻമെൻ്റ് ആണ് മൂന്നാമത്തെ മൊഡ്യൂളായിട്ട് വരുന്നത്. നാലാമത്തെ മൊഡ്യൂളായിട്ട് വളരെ പ്രധാനപ്പെട്ട വലിയൊരു മൊഡ്യൂളാണ് ബ്രാഞ്ച് അക്കൗണ്ട്. ഇവിടെ ബ്രാഞ്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരും. 4 മെത്തേഡിൽ എങ്ങനെ ബ്രാഞ്ച് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാം, അങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇഷ്ടംപോലെ പ്രോബ്ലംസ് വരുന്നതാണ്. ദെൻ ലാസ്റ്റ് ആയിട്ടാണ് ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ടിങ്. ഇങ്ങനെ റിവൈസ് ചെയ്തപ്പോൾ നമുക്ക് 5 മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫസ്റ്റ് മൊഡ്യൂൾ പാർട്ട്ണർഷിപ്പിൻ്റെ ബേസിക് കാര്യങ്ങളായിട്ട് മാറും, സെക്കൻഡ് മൊഡ്യൂളിൽ പാർട്ട്ണർഷിപ്പ് ഡിസൊല്യൂഷൻ വരും, തേർഡ് മൊഡ്യൂളായിട്ട് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് വരും, ഫോർത്ത് മൊഡ്യൂളായിട്ട് ബ്രാഞ്ച് അക്കൗണ്ട്, ഫിഫ്ത്ത് മൊഡ്യൂളായിട്ട് ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ടിങ്. ഈ 5 മൊഡ്യൂളിൻ്റെയും കംപ്ലീറ്റ് കാര്യങ്ങളും തിയറിയും പ്രോബ്ലംസും മറ്റെല്ലാ കാര്യങ്ങളും നമ്മുടെ ലേൺ ഈസി ലേണിൻ്റെ പ്ലാറ്റ്ഫോമിൽ പെയ്ഡ് ക്ലാസ് ആയിട്ട് അവൈലബിൾ ആണ്. സോ ഈ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് ഇതാണ് നമ്മുടെ നമ്പർ, ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറാണ്. ഈ ഒരു സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആവാനായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഞാൻ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുതരാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. ഇതിലേക്ക് ജസ്റ്റ് വാട്സാപ്പ് ചെയ്താൽ മതി. BCom സെക്കൻഡ് സെം ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ജസ്റ്റ് ഒന്ന് വാട്സാപ്പ് ചെയ്താൽ മതി. ഈ 5 മൊഡ്യൂളും കൃത്യമായിട്ട് റിവൈസ് ചെയ്തിട്ട് പുതിയതായിട്ട് വന്ന ടോപ്പിക്ക് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അക്കം, ഇതെല്ലാം റിവൈസ്ഡ് ടോപ്പിക്കാണ്. ഇതെല്ലാം തന്നെ നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന 5 മൊഡ്യൂളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്ലാസ്സുകൾ അവൈലബിൾ ആവാൻ ഈ ഒരു നമ്പർ, ഇതാണ് നമ്മുടെ ലേൺ ഈസി ലേണിൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പർ. ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് വാട്സാപ്പ് ചെയ്താൽ മതി ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വേണമെങ്കിൽ നമ്മുടെ വെബ് ആപ്പാണ്, സ്വന്തമായിട്ടുള്ള ആപ്ലിക്കേഷനാണ് learneasylearn.com. ഇത് നമ്മുടെ വെബ് ആപ്പിൻ്റെ URL ആണ്. ഇതിലേക്ക് ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാലും ഈ പറയുന്ന 4-year ഡിഗ്രി സെക്കൻഡ് സെം കാറ്റഗറി കിടപ്പുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യാം. പക്ഷേ തുടക്കക്കാരെന്ന നിലയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ, എൻ്റെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൃത്യമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും പ്രൊവൈഡ് ചെയ്യാം. എത്രയാണ് ഫീസ്, എങ്ങനെയാണ് ക്ലാസ് ജോയിൻ ചെയ്യേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും. ഓക്കെ, സോ ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു, നമ്മുടെ ഈ റിവൈസ്ഡ് സിലബസ്, ഈ BCom സെക്കൻഡ് സെമ്മിലെ മേജർ സബ്ജക്റ്റായ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഈ റിവൈസ്ഡ് സിലബസിലെ ഈ 5 മൊഡ്യൂളും നമുക്ക് കൃത്യമായിട്ട് അവൈലബിൾ ആണ്. ഓക്കെ, അതിന് ഈ നമ്പർ, ഇതിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി, വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടിരുന്നാൽ മതി, കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് തരാം. ഓക്കെ.